വചനം 60. വാക്കർത്ഥം. വ ഇദാ ഖീല പറയപ്പെട്ടാൽ, ലഹും അവരോട്, ഉസ്ജുദു നിങ്ങൾ സുജൂദ് അഥവാ വണക്കം സാഷ്ടാംഗ നമസ്കാരം ചെയ്യുവിൻ, തലകുനിക്കുവിൻ, ലിർറഹ്മാനി റഹ്മാന് അഥവാ പരമകാരുണികന്. ഖാലു അവർ പറയുന്നു, വമർ റഹ്മാനു എന്താണ് റഹ്മാൻ, ഏതാണ് പരമകാരുണികൻ. അനസ്ജുദു ഞങ്ങൾ സുജൂദ് ചെയ്യുകയോ, ലിമാ തഅ്മുറുന നീ ഞങ്ങളോട് കൽപ്പിക്കുന്നതിന്, വസാദഹും അതവർക്ക് വർദ്ധിപ്പിക്കുകയും ചെയ്യും, നുഫൂറൻ വെറുപ്പ്, അറപ്പ്, മിരട്ട്. وَإِذَا قِيلَ لَهُمُ اسْجُدُوا لِلرَّحْمَنِ قَالُوا وَمَا الرَّحْمَنُ أَنَسْجُدُ لِمَا تَأْمُرُنَا وَزَادَهُمْ نُفُورًا. നിങ്ങൾ റഹ്മാന് അഥവാ പരമകാരുണികനായുള്ളവന് സുജൂദ് അഥവാ വണക്കം ചെയ്യുവിനെന്ന് അവരോട് പറയപ്പെട്ടാൽ അവർ പറയും, എന്താണ് റഹ്മാൻ, നീ ഞങ്ങളോട് കൽപ്പിക്കുന്നതിന് ഞങ്ങൾ സുജൂദ് ചെയ്യുകയോ. അത് അഥവാ ആ വാക്ക് അവർക്ക് വെറുപ്പ് അധികരിപ്പിക്കുകയും ചെയ്യുന്നതാണ്. 60-ാം വചനത്തിൻ്റെ വിശദീകരണം. അള്ളാഹുവിൻ്റെ മഹൽ ഗുണങ്ങളെ വിശേഷിപ്പിക്കുന്ന പല തിരുനാമങ്ങളിൽ ഒന്നാണ് റഹ്മാൻ എന്ന നാമവും. അള്ളാഹു എന്ന നാമത്തെ കഴിച്ചാൽ ഇതിനാണ് ഖുർആനിൽ മറ്റേതിനേക്കാളും പ്രാധാന്യം കൽപ്പിച്ചു കാണുന്നത്. അവൻ്റെ അപാരമായ കൃപാകടാക്ഷത്തെയും അതിയായ ദയാശീലത്തെയും അത് ദ്യോതിപ്പിക്കുന്നു. പരമകാരുണികൻ എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. എല്ലാവരും അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ ആവേശവും മോഹവും ഉള്ളവരായിരിക്കണമെന്നും ഏതു മഹാപാപിയായിരുന്നാലും അവൻ പശ്ചാത്തപിക്കുന്ന പക്ഷം നിരാശപ്പെടേണ്ടതില്ലെന്നും ഓർമ്മിപ്പിക്കുവാനാണ് ഇതുപോലെയുള്ള പല സന്ദർഭങ്ങളിലും സ്വതന്ത്ര നാമമായിക്കൊണ്ടും അള്ളാഹു എന്ന നാമത്തിൻ്റെ വിശേഷണമായിക്കൊണ്ടും റഹ്മാൻ എന്ന് ഉപയോഗിക്കപ്പെടുന്നത്. അറബികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ നാമത്തിൻ്റെ അർത്ഥം അറിയാമെങ്കിലും അള്ളാഹുവിൻ്റെ നാമമായി അതിനെ ഉപയോഗിക്കുന്നത് അവർക്ക് സുപരിചിതമല്ലായിരുന്നു. അതുകൊണ്ടാണ് റഹ്മാന് സുജൂദ് ചെയ്യുവീൻ എന്ന് അവരോട് പറയപ്പെട്ടപ്പോൾ അവർ എന്താണ് റഹ്മാൻ എന്ന് ചോദിക്കുവാൻ കാരണമെന്നത്രേ പല ഖുർആൻ വ്യാഖ്യാതാക്കളും പ്രസ്താവിക്കുന്നത്. ഹുദൈബിയ്യയിലെ സന്ധിപത്രത്തിൻ്റെ ആരംഭത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നെഴുതുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുത്തുകാരനോട് പറഞ്ഞുകൊടുത്തപ്പോൾ ഖുറൈശികൾ അതിന് വിസമ്മതിക്കുകയുണ്ടായി. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് റഹ്മാനും റഹീമും പരിചയമില്ല. പഴയ പതിവനുസരിച്ച് മുമ്പ് എഴുതാറുള്ളതുപോലെ ബിസ്മിക്കല്ലാഹുമ്മ അല്ലാഹുവേ നിന്റെ നാമത്തിൽ എന്നെഴുതണം. ഇതേ കാരണം അഥവാ ഈ പേർ അല്ലാഹുവിനും ഉപയോഗിക്കുക പതിവില്ലായിക തന്നെയാണ് ഇവിടെയും അവർ റഹ്മാൻ എന്താണ് എന്ന് ചോദിച്ചതെന്ന് ഇബ്നു കസീർ റഹ്മഹുല്ലയും പ്രസ്താവിച്ചിരിക്കുന്നു. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം നബിയോട് ഫിർഔൻ എന്താണ് ലോകരക്ഷിതാവ്, ഖാല ഫിർഔനു വമാ റബ്ബുൽ ആലമീൻ സൂറത്തു ശുഅറ വചനം 23 എന്ന് ചോദിക്കുകയുണ്ടായതുപോലെ അഹങ്കാരപൂർവം മുശ്രിക്കുകൾ ചോദിച്ചതാണ് ഇതെന്ന് വേറൊരു കൂട്ടർ അഭിപ്രായപ്പെടുന്നു. മറ്റു ചിലർ പറയുന്നതിങ്ങനെയാകുന്നു, അള്ളാഹുവിനെ ഒരു ക്രൂരനും കഠിനനുമായിട്ടല്ലാതെ കാരുണ്യവാനായും ദയാലുവായും പൗരാണിക ജനങ്ങൾ മനസ്സിലാക്കിയിരുന്നില്ല. പരമകാരുണികൻ എന്നർത്ഥമായ റഹ്മാൻ എന്ന പേർ കേട്ടപ്പോൾ അവർക്കിത് ഗ്രഹിക്കുവാൻ കഴിഞ്ഞില്ല. അതാണ് ഈ ചോദ്യത്തിന് കാരണം. പക്ഷേ താഴെ ഉദ്ധരിക്കുന്ന ഖുർആൻ വചനത്തിൻ്റെ വെളിച്ചത്തിൽ നോക്കുമ്പോൾ ഒന്നാമത്തെ അഭിപ്രായമാണ് ഈ മൂന്നിൽ വെച്ച് സ്വീകാര്യമായതെന്നു കാണാം. സൂറത്തു ബനു ഇസ്രാഈലിൽ അള്ളാഹു പറയുന്നു, ഖുലിദുഉല്ലാഹ അവിദുഉർ റഹ്മാൻ അയ്യമ്മാ തദ്ഉ ഫലഹുൽ അസ്മാഉൽ ഹുസ്ന വലാ തജ്ഹർ ബിസ്സലാതിക വലാ തുഖാഫിത് ബിഹാ
വബ്തഗി ബൈന ദാലിക സബീല. പറയുക, നിങ്ങൾ അല്ലാഹു എന്ന് വിളിച്ചേക്കുക, അല്ലെങ്കിൽ റഹ്മാൻ എന്ന് വിളിച്ചേക്കുക. ഏതുതന്നെ നിങ്ങൾ വിളിക്കുന്നതായാലും അവന് അത്യുത്തമമായ നാമങ്ങളുണ്ട്. പ്രത്യുത നാമങ്ങളിൽ ഏതും ഉപയോഗിക്കുന്നതിന് വിരോധമില്ലെന്ന് സാരം.